നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വല്ലാത്ത സന്ദർഭമാണ്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീടും പരിസരവും ഇടിച്ചു നിരത്തി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന നാം തന്നെ ഒരു ജീവച്ഛവമായി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടേണ്ടുന്ന ഒരവസ്ഥ. ഫോൺ വിളിച്ചിട്ട് നമ്മുടെ മകളുടെ മകൻ അല്ലെങ്കിൽ പേരമകൾ വിളിച്ചു പറയുന്നു, ഉപ്പാ 2 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുരുകി പോകും സഹോദരങ്ങളെ. ഭക്ഷണമില്ലാതെ, അന്തിയുറങ്ങാൻ ഒരു വീടില്ലാതെ, അതിലുപരി സ്വസ്ഥതയും സമാധാനവുമില്ലാതെ ഫലസ്തീനിലെ ഗസയിലെ 20 ലക്ഷത്തോളം മനുഷ്യർ ഇന്നലെയും മെനഞ്ഞാന്നും ഈ സെക്കൻഡുകൾക്കുള്ളിലും ശക്തമായ കരയാക്രമണവും ബോംബാക്രമണവും കൊണ്ട് നിരായുധരായ നിസ്സഹായരായ ആ മനുഷ്യർ പ്രാണനും കൊണ്ടോടുമ്പോൾ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നുള്ള മനുഷ്യസ്നേഹികളൊക്കെയും വിശ്വാസികൾക്ക് പുറമെ മനുഷ്യരൊക്കെയും ഫലസ്തീനിനോട് ഐക്യദാർഢ്യപ്പെടുമ്പോൾ വിശ്വാസികളാകുന്ന നമുക്ക് ഈ രാത്രിയിൽ എങ്ങനെ സമാധാന ചിത്തമായി ഉറങ്ങാൻ കഴിയും സഹോദരങ്ങളെ? ആത്മാർത്ഥമായി മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദൃശ്യമായ സഹായം അള്ളാഹുവിൽ നിന്നുണ്ടായ ബദറിൻ്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഒരു നാടും നഗരവും ഒന്നടങ്കം അഗ്നിജ്വാലയിലേക്ക് വലിച്ചെറിയുമ്പോഴും നമ്രൂദ് വലിയ ഒരു തടി കൊണ്ടുള്ള ഒരു കോണിപ്പടി ഉണ്ടാക്കിയിട്ട് അഗ്നികുണ്ഡത്തിലേക്ക് നോക്കിയിട്ട് നമ്രൂദ് പറഞ്ഞു, ആ തീയെ കെടുത്തണം. ഏതോ ഒരു അദൃശ്യ ശക്തി ഇവനെ സഹായിക്കുന്നുണ്ട്. ആ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കല്ലാഹു മതി, ഞാൻ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ